സാറേ പുള്ളിത്തി കാണാനേ ചാർജ് ഇത്തിരി കൂടുതലാ. എടി സീതേ, നീ ഇതുവരെ റെഡിയായില്ലേ? നേരെ ഒത്തിരിയായി, പെട്ടെന്ന് തയ്യാറായി. കുട്ടാ നോക്കി, ആ ലോനപ്പനും പാർട്ടിയും പട്ടയടിക്കാൻ വന്നിട്ടുണ്ട്. നീ പോ കുട്ടാ. കാശില്ലേലും ലേശം കിട്ടിയാ നമുക്കൊരാശ്വാസമായി. പോ. നീ എന്റെ സാധനം എടുക്കോടാ. നിന്റെ സാധനം ആർക്കുവാണോ പാഞ്ചാലി? പാഞ്ചാലി നിന്റെ വണ്ടാട്ടി എരുമപ്പാറുവാടാ. നാണം കേട്ട നാറുകള്. അല്ലേ, മാനം മര്യാദക്ക് ജീവിക്കണ പെങ്കൊച്ചിനെ വിളിക്കുന്ന വിളി കേട്ടില്ലയോ? എനിക്ക് സഹിക്കുന്നില്ല രതിക്കുട്ടി. ഞാനതല്ലേ മിണ്ടാണ്ടിരുന്നേ. ഞാനങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ, ചവിട്ടിക്കേറിയവിടെ ആരൂടത്തിന് ചിരട്ടയിട്ട് ഞാൻ തീയിടും. രതിക്കുട്ടി, നിന്റെ നാള് രേവതി അല്ലയോ? ആ, നിനക്ക് നിന്റെ ഇംഗീത പ്രകാരം വീണ്ടും മംഗല്യം അങ്കിതമായിരിക്കുന്നു. അതാണ് അംഗലക്ഷണം. പൂരത്തിൽ ജനിച്ച പുഷ്കരനാണ് പുരുഷൻ. നീ വാ, ശാസ്ത്രം പറയാനോ. കേറിയിരി തിണ്ണയിലോട്ട്. പന്നല് പോണെങ്കി പോട്ട്. ആ പാഞ്ചാലിയ പുത്ര, ഈ നത്തി ഞാനെന്ന് കൊല്ലും. എന്തടേ, ബിസിനസ് ഒക്കെ കഴിഞ്ഞാ? ഓ, ഇനിയും 10 പാർട്ടികൾ വരാനുണ്ട്. നിനക്ക് അഷ്ടപതി ഗുളികനാ, നല്ല സമയമാ. കുട്ടാ, നീ ആ രതിയുടെ രസിച്ചുള്ള പോക്ക് കണ്ടില്ലേ? അവക്കിന്ന് ഹോട്ടലിൽ കോളുണ്ട്. അത് കളയണ്ണ. എന്റെ കയ്യിൽ നോക്കി തന്ത ആരാണെന്ന് ഒന്ന് പറ. കയ്യിൽ ഉള്ളടി വാദമാണല്ലേ. ശേഷി ഉണ്ടെങ്കിൽ അശേഷം കഷായം കുടിക്കണം, അല്ലെങ്കിൽ ദോഷമാ. സൂക്ഷിക്കണം. നിന്റെ തള്ളയാരാണെന്നറിയത് തന്തയാരെന്ന് ഞാനെങ്ങനെ പറയൂടാ? പോടാവിടുന്ന്. അത്രയുള്ള കണ്ടിട്ട് വരാൻ കാണാം. എന്താണ് ചിന്ത? നമ്മുടെ പഴയ ആളിനും എല്ലാം കുറിച്ച് വെച്ചോളും. നാണവണ്ണം കുറിച്ചു വെച്ചിരുന്നാ മതി. മക്കളെ, എന്തോ അകത്തുപോയി ഇത്തിരി കാഞ്ഞ വെള്ളം എടുത്തുകൊണ്ടൊന്ന് തരാമോ? മനസ്സില്ല. പലതന്തയ്ക്ക് പിറന്ന നിഷേധിയുടെ പോക്ക് കണ്ടില്ലേ? നീ തിരികെ വരാതെ പോട്ടെ. ആരെണ്ണ ഈ പ്രാകണത്? സ്വഹമില്ലല്ലോ. ആ, ഇളുക്കണല്ലേ. എടിയേ, എടി രവിക്കുട്ടിയെ, എന്തക്ക? നിന്റെ അച്ഛൻ ഇത്തിപ്പോരെ മരുന്ന് വാങ്ങിക്കൊട്. പാറൂല, ഇന്നലെ കിനാവ് കണ്ട് ഞാനൊന്ന് പേടിച്ചു. ശങ്കരൻ ഇപ്പൊ വരും. അവൻ വന്ന് ഭസ്നമോതി വിട്ടാ മതി. ശങ്കരണ്ണ അതിനും എടുക്കനാ. എരുമ ശകുനമാണല്ലോ. അയ്യോ, അണ്ണന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടില്ല. വെടി കൊണ്ടാലും അണ്ണൻ ചാവൂല. ഈ വടിവൊത്ത ദേഹം വെറും വെടികൊള്ളുവാനുള്ളതല്ല എന്റെ പാറു. എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യൂ. ചെയ്യാം. ഓം. രാത്രി നമുക്കൊരു കർമ്മം നടത്തിക്കളാം. വെട്ടുകർമ്മം. 5, 10, 19, 20. ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ നിന്നും ശത്രുക്ഷേത്രത്തിലേക്ക് മാറി 7ാം ഭാവാധിപനായ കുജനിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. സമയം മോശം, ചുരുക്കം. സാരമില്ല, നമുക്ക് രാത്രി ഒരു കർമ്മം നടത്തിക്കളാം. ഇല്ല, ഒന്നുമില്ല. അയ്യോ കഷ്ടം. അമ്മാവൻ എങ്ങോട്ടാ?
മേലോട്ട് ഞാൻ എവിടെ പോയാലും അയ്യോ മേലോട്ട് പോകാറായിട്ടില്ല. ദ്വാദശേ പ്രഭുഗുരുവും ചൈവശിഖിയും തഥാ ദുഷ്ട. പോകാറായിട്ടില്ല. ഇനിയും കിടക്കുന്നു ദ്വാദശം, 12 വർഷം. ഈ നിലക്ക് എവിടുന്ന് കിട്ടിയടാ ഈ ശ്ലോകം? വായിച്ചു പഠിച്ചതാ. വായിച്ചു പഠിച്ചല്ലോ. അയ്യോ വെയ്യാടാ, ഇനി വെയ്യ. അയ്യോ ഇതാരുടെ സാധനമാടാ? എരുമ പാറുന്റേതാണോ അതോ അറബി വേലുന്റേതോ? പാറുവമ്മയുടെയാ. ആ പ്രപഞ്ച സൗന്ദര്യമാവാഹിക്കും പ്രണവമന്ത്രം നീ പ്രകൃതി പ്രഭാമയീ. പ്രപഞ്ച സൗന്ദര്യമാവാഹിക്കും പ്രണവമന്ത്രം അയ്യോ എന്റെ കുഴിനകം ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല. ആര്? ശങ്കരനോ? ആ നീ ഇവിടെ വന്ന് കിടന്നേ. തളർന്നപ്പോ കിടന്ന് ഉറങ്ങിപ്പോയതാ. അത് ശരി. അപ്പോഴേ ഞാനിവിടെ വന്നിരുന്നെന്നും നീ എന്നെ കണ്ടെന്ന് മറ്റാരും അറിയണ്ടേ. നേതാവ് ഇറങ്ങിപ്പോണ സ്ഥലം കൊള്ളാം. 7ാം ഭാവത്തിൽ ശുക്രനായിരിക്കും. പരമ ദാരിദ്ര്യവാസി. വെള്ളം കുടിക്കാൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു. അവൻ എന്റെ കുഴിതകത്തിൽ ഒരു താങ്ങും താങ്ങിയിട്ട് പോയി. അയ്യോ 10 പൈസ പോലും ആ നാറി തന്നുമില്ല. ഉറക്കവും കളഞ്ഞു. അരിശസിന്റെ അസുഖം കാരണം ഇരിക്കാനും വയ്യ. നേതാവ് ഇറങ്ങിപ്പോയ സ്ഥലം കൊള്ളാം. എവനെയൊക്കെ തെരഞ്ഞെടുത്ത് എന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ എന്തൊരു 10 നയാ പൈസ ഇട്ടിട്ട് പോണ്ടേ. എന്താണടേ പുലരും മുമ്പേ എഴുന്നേറ്റ് ഇരിപ്പായത്? അല്ല, അതും എന്റെ വയറ്റിപ്പഴപ്പിന്റെ പുറത്ത്. പുലരും മുമ്പേ പോണ്ടിയോ? അതും വൈറ്റ്പഴപ്പല്ലേ അണ്ണാ? എന്താ? അല്ലെങ്കിൽ മാന്യത പോവില്ലേ അണ്ണാ? ഈ മാന്യന്മാരുടെ കാലിന്റെ താടനം താടിക്ക് കൊണ്ടാണ്. ശകുനം നല്ലതല്ലയോ? കാര്യം തെളിച്ചു പറയടാ. നമ്മുടെ നേതാവ് രതിസുഖം തേടി വന്നു. എവിടെ? ആര്? ലോനപ്പൻ നേതാവ് രതിയുടെ മുഖം കാണാൻ വന്നു. നഖം വരെ കണ്ടു പോയി. തിണ്ണേ കിടന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് 2 ചവിട്ടും കിട്ടി. ഇനിയും കിട്ടും.